പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മെയ് മാസ വണക്കം 12-ാം തീയതി. കന്യകാമറിയവും ശരീരത്തിൻ്റെ പരിശുദ്ധിയും. പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവപിതാവ് തൻ്റെ തിരുസുതൻ്റെ അമ്മയായി തെരഞ്ഞെടുത്തു. തൻ്റെ ജനനത്തിലും ജീവിതത്തിലും യേശുവിൻ്റെ മാതാവായി ഭവിച്ചപ്പോഴും അവിടുത്തെ പ്രസവിച്ചപ്പോഴും തുടർന്ന് മരണം വരെയും മറിയം കന്യകയായി വർത്തിച്ചു. പാരമ്പര്യങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലും നിന്ന് ഈ സത്യം വ്യക്തമാകുന്നുണ്ട്. തിരുസഭ ഈ സത്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. യേശുനാഥൻ്റെ പ്രഭാഷണം ശ്രവിക്കുകയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്ത ഒരു സ്ത്രീ ആശ്ചര്യപൂർവ്വം പ്രസ്താവിക്കുന്ന ഒരു വാചകം സുവിശേഷകനായ ലൂക്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവേ, അങ്ങയെ സംവഹിച്ച ഉദരവും അങ്ങയെ പാലൂട്ടിയ സ്തനങ്ങളും ഭാഗ്യമുള്ളവ. നമ്മുടെ ശരീരം അതിവിശുദ്ധമായ ദൈവാലയമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. തന്നോടൊത്ത് നിത്യകാലമായിരിക്കുവാനും നിത്യാനന്ദം അനുഭവിക്കുവാനുമാണ് ദൈവം പുരുഷനെ സൃഷ്ടിച്ചത്. സെന്റ് പോൾ പ്രസ്താവിക്കുന്നത് കേൾക്കുക: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നുവെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം അശുദ്ധമാക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവമാതാവാകുക വഴി ഒരുപക്ഷെ തൻ്റെ പരിശുദ്ധിക്ക് ഊനം തട്ടും എന്ന് സംശയിച്ച കന്യകാമറിയം ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നത് കേൾക്കുക: ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. നമ്മുടെ ശരീരം നിർമ്മലമായി സൂക്ഷിക്കണമെന്നും അതിൻ്റെ പരിശുദ്ധിക്ക് കോട്ടം തട്ടുവാനിടയുള്ള എല്ലാ അപകട സാഹചര്യങ്ങളും അശുദ്ധ ബന്ധങ്ങളും വിവേകപൂർവ്വം ഒഴിവാക്കണമെന്നും മാതാവ് നമ്മെ പഠിപ്പിക്കുന്നു. കന്യകയും നിർമ്മലയുമായ അമ്മ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധി തന്നെയായ ഈശോനാഥ, നിർമ്മലചരിതയായ മറിയത്തെ അങ്ങയുടെ മാതാവായി തെരഞ്ഞെടുത്തതിനും ഞങ്ങൾക്ക് അമ്മയായി നൽകിയതിനും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ വിശുദ്ധമായ ആലയമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും നിർമ്മല ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമാതാവേ, ശാരീരിക പ്രവണതകളെ ആത്മാവിനാൽ നിയന്ത്രിച്ച് വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്കു വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സുകൃതജപം. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.